ഫ്രണ്ട് ക്യാമറ എടുത്തു. തല കെട്ടിക്കഴിഞ്ഞാൽ എവിടെ കൂടെ സർക്കിട്ടിന് പോകണം. അവളെ എവിടെ പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ അവന് കൊണ്ടുപോകണം. എടാ നിന്നെ കൊണ്ടുപോവാ തല കെട്ടിട്ട്. മാമ എവിടെ പോയേ? ഗൈസ്, സംഭവം വേറെ ഒന്നുമല്ല. ഞാനിപ്പം ഞാൻ കോളേജിൽ പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാറുണ്ടേ. അപ്പൊ ഞാൻ തല കെട്ടി ഇറങ്ങിയിട്ട് അവൻ വിചാരിച്ച് അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അവനെ കൊണ്ടുപോകൂലേ എന്നുള്ളൊരു വിഷമത്തിൽ കടന്ന് വിളിക്കുകയാണ്. എടാ നിന്നെ കൊണ്ടുപോവാ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇല്ലേ കെട്ടി തീർന്നോട്ടെ. നിന്റെ അടുത്താണ് ഞാൻ നിക്കുന്നത്. ഞാൻ ഒരിടവും പോയില്ല. ഗേറ്റിന്റെ ഇവിടെ നിൽക്കുന്നതാണ് ഈ വിളി. മാമൻ വന്നു എന്നെ വിളിച്ചോണ്ട് പോവാൻ. ഓ പോയി, ചേച്ചി പോയി. ഇപ്പൊ വിളി നിന്നാ പോകുന്നവരെയുള്ള സങ്കടമേ ഉള്ളൂ അവന്. നമുക്ക് പോവാടാ. ഈ ബഹളം എല്ലാം കാണിച്ചത് അവളെ കൂടെ പോകാനാണ്, വേറൊന്നിനുമല്ല. അവളെ കൂടെ ആകുമ്പോൾ ബാത്റൂമിൽ ഞാൻ കൊണ്ടുവിടുമല്ലോ. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുപോകണമില്ല. അപ്പം ഇന്ന് അവനെ ഇട്ടിട്ട് അവനെ വിട്ടിട്ട് ഞാനും അവളും മാത്രം പോകുമെന്നുള്ളൊരു സംശയത്തിലാണ് വിളി തന്നെയായിരുന്നു. ഇന്ന് മാവൻ്റെ കൂടെയാണ്. മാവൻ കാട്ടാക്കട വരെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എളുപ്പം എത്തുമല്ലോ, അതുകൊണ്ട് പിന്നെ അവൻ്റെ കൂടെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ അടിച്ച് പൊളിച്ചിട്ടൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇന്ന് വലിയ മഴയൊന്നുമില്ല. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടേ ഫുള്ള് ചെളിയാണ്. കാണിച്ചോടാ അവസ്ഥ. ഫുള്ള് കാലും കൈയും എല്ലാം ചെളിയാണ്. അപ്പം നമ്മളിനി കാലും കൈയൊക്കെ കഴുകണം. കുളിപ്പിക്കണ്ട, ശുണ്ടരനെ ഒന്ന് കാലും കൈയും കഴിച്ചിട്ടേ പോവും. ഭയങ്കര ഇന്നലെ അങ്ങനെ കഴുകി. അങ്ങ് നേരെ ഇവിടെ ഇരുന്നോ, കാല് രണ്ട് ഉണങ്ങിട്ടേ കേട്ടാ. ടാറ്റാ. അങ്ങനെ കൈയും കാലും ഒക്കെ ഉണക്കിയിട്ട് ഇതാ ഇവിടെ വന്ന് കിടന്നു. അങ്ങനെ ഉണക്കാനൊന്നും നിന്നില്ല. അവിടെ ഒരു 5 മിനിറ്റ് ഞാൻ നിന്നപ്പോൾ ഇരുന്നു, അത്ര തന്നെ. അത് കഴിഞ്ഞ് ഇതാ ഇവിടെ വന്ന് കിടക്കുകയാണ്. എല്ലാം ഉറക്കം. പിന്നെ ഇനി എടാ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയടാ, ഉറങ്ങണതിന് മുമ്പേ. പറയടാ ഉറക്കക്കാരാ.